പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം തുടരുന്നു. ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ പ്രവാസികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്ത്യയും കുവൈറ്റും വിവിധ മേഖലകളിൽ ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കുവൈറ്റിന്റെ പുരോഗതിക്ക് ഇന്ത്യൻ സമൂഹം മികച്ച സംഭാവനയാണ് നൽകുന്നതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യക്ക് നൽകിയ പിന്തുണയ്ക്ക് കുവൈറ്റ് സർക്കാരിനെ നന്ദി അറിയിച്ചു. ഒരു പുതിയ ചലനാത്മക സമ്പദ് വ്യവസ്ഥയാകാൻ കുവൈറ്റിനാവശ്യമായ സാങ്കേതിക വിദ്യയും മനുഷ്യശേഷിയും നൽകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലും മുന്നിലാണ്. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ ഈ മൈഗ്രേറ്റ് പോർട്ടൽ പോലുള്ളവ പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. कुवैत के नागरिक भी आप सभी भारतीयों की मेहनत, आपकी ईमानदारी, आपकी स्किल की वजह से आपका बहुत मान करते हैं. आज भारत रेमिटेंस के मामले में दुनिया में सबसे आगे है. देशवासी भी आपके इस योगदान का सम्मान करते हैं. അടുത്ത വർഷം ജനുവരിയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിലും മഹാകുംഭത്തിലും പങ്കെടുക്കാൻ പ്രവാസി സമൂഹത്തെ അദ്ദേഹം ക്ഷണിച്ചു. കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരം നടത്തിയ നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തിപ്പെടുത്താൻ സഹായകരമാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ ഗൾഫ് സ്പീക്ക് ലേബർ ക്യാമ്പ് സന്ദർശിച്ച പ്രധാനമന്ത്രി കുവൈറ്റിലെ ഇന്ത്യൻ തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തി. രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുള്ള അൽ ബറൂൺ, അറബിക് പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച അബ്ദുൽ ലത്തീഫ് അൽ നസഫ് എന്നിവരെയും പ്രധാനമന്ത്രി കണ്ടു. ഇന്ന് ബയാൻ കൊട്ടാരത്തിൽ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകും. തുടർന്ന് അദ്ദേഹം കുവൈറ്റ് അമീറുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.